പറഞ്ഞ ഭരിക്കുന്നവരാണേലും പ്രതിപക്ഷത്തിരിക്കുന്നവരാണേലും ഈ ഹരിപ്പാടിലുള്ള MLA ആണേലും എല്ലാവരോടും കൂടി എനിക്കൊരു ചോദ്യമുണ്ട്. ഇവർ പറയുന്ന കോടിക്കണക്കിന് വികസനം നടത്തിയെന്ന് പറയുന്നു. ഈ വികസനം നടത്തിയത് നാട്ടുകാർ ഈ അടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വികസനം എന്താണെന്ന് അതിൽ നിന്ന് ബോധ്യമായി. എനിക്ക് നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ എൻ്റെ കുഞ്ഞൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പരീക്ഷ ടൈമിൽ സ്കൂൾ വൃത്തിയാക്കണം, പെയിന്റ് അടിക്കണം. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറയുന്നു, അമ്മ ഇത്ര രൂപ കൊണ്ടുപോകണം സ്കൂളിലേക്ക്. ഞാൻ ചോദിച്ചു എന്തിനാ? അത് അവിടെ പെയിന്റ് അടിക്കാനോ വൃത്തിയാക്കാനോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് സാറിനെ വിളിച്ച് ചോദിച്ചു, എന്തിനാണ് സാറേ ഈ പൈസയെന്ന്? ഗവൺമെന്റ് സ്കൂളിലേക്ക് വൃത്തിയാക്കാനും പെയിന്റ് അടിക്കാനും എന്താണ് പൈസയെന്ന് ചോദിച്ചു. ഈ ചോദിച്ചപ്പോൾ സ്കൂളിൽ പ്രിൻസിപ്പൾ പറഞ്ഞു, ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ. ഒരു സ്ത്രീയാ സംസാരിക്കുന്നത്. ഒരു മിനിറ്റ് ഒരു സ്ത്രീ സംസാരിക്കുക. പരിഗണനകൾ കൊടുക്ക്, പരിഗണന കൊടുക്ക്. ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് പിള്ളേരുടെ കയ്യിൽ നിന്ന് പിരിച്ച് ഞങ്ങൾക്ക് ഇത് വൃത്തിയാക്കാതെ ഇവിടെ പരീക്ഷ നടക്കത്തില്ലെന്ന് പറയും. ഇതിപ്പോ ഞാനൊരു രാഷ്ട്രീയമായ രീതിയിലല്ല ചോദിക്കുന്നത്. ഇവിടെ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും എന്താണ് ചെയ്യുന്നത്? ഒരു ചെറിയ ആയാപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഞങ്ങൾ അങ്ങേ അറ്റത്തുനിന്ന് വരുന്നവരാണ്. ഞങ്ങൾക്ക് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ മാത്രമാണ് ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. 5 കോടി രൂപയുടെ പുതിയ അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ആയാറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഹരിപ്പാട് മണ്ഡലത്തിലെ ഒരു സ്കൂളുകൾക്കും ആ ഒരു ശോച്യാവസ്ഥയില്ല. സഹോദരി കൃത്യമായി തിരക്കാത്തോണ്ടാ. ഹരിപ്പാട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹരിപ്പാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആയാവറമ്പ് ഗവൺമെന്റ് ഗേൾസ് സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 5 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങളാണ് അവിടെ എല്ലാം വന്നിട്ടുള്ളത്.